എൻ്റെ പൊന്നെ, ഇന്ന് ഇന്ത്യയിലെ ഒരു ബൗളേഴ്സും ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നാൽ അവർക്ക് ഉറക്കം വരില്ല. അവരുടെ കണ്ണിലും മൈൻഡിലും ഉണ്ടാവുക തലയുടെ മേലെ കൂടെ പോകുന്ന സിക്സുകളും ചീറിപ്പാഞ്ഞു പോകുന്ന ബൗണ്ടറികളുമായിരിക്കും. കാരണം ഇന്ന് വിജയ് ഹസാര ട്രോഫിയിൽ 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി മുതൽ 38-കാരനായ നമ്മുടെ രോഹിത് ശർമ്മ വരെ എത്ര ആളുകളാണ് സെഞ്ചുറി അടിച്ചു കൂട്ടിയിരിക്കുന്നത്. 2 പ്രാവശ്യം ലിസ്റ്റ് എ മാച്ചുകളിലെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ സെഞ്ചുറി റെക്കോർഡ് തിരുത്തപ്പെട്ട്. 37 ബോളിൽ വൈഭവ് സൂര്യവംശി അടിക്കുന്നു, 33 ബോളിൽ ഇഷാൻ കിഷൻ സെഞ്ചുറി അടിക്കുന്നു, 32 ബോളിൽ സക്കീബ് ഖാനി സെഞ്ചുറി അടിക്കുന്നു. പിന്നെ വൈഭവ് സൂര്യവംശി 49 ബോളിൽ 150 എടുത്തുകൊണ്ട് ഫാസ്റ്റസ്റ്റ് 150 എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കുന്നു. ബീഹാർ 574 എന്ന വേൾഡ് റെക്കോർഡ് 50 ഓവറിൽ 574. എന്താ പറയുക, സെഞ്ചുറി എന്നൊക്കെ ചെറിയ സെഞ്ചുറികളാണോ? വൈഭവ് സൂര്യവംശി 190, ഇഷാൻ കിഷൻ 39 ബോളിൽ 125, രോഹിത് ശർമ്മ 94 ബോളിൽ 155, വിരാട് കോഹ്ലി 101 ബോളിൽ 131. അങ്ങനെ എന്തോരം സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം 6 ആണ്. 18 6, 15 6, 13 6. ഇന്ന് ഇന്ത്യയിൽ ഒരു ബൗളേഴ്സും ഉറങ്ങാൻ പറ്റത്തില്ല. ഒരാളും അവന്മാരെ അടിയായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. ഇതിലിപ്പോൾ ആരെ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ വൈഭവ് സൂര്യവംശിക്ക് 190 നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുത്തനുണ്ടാ 39 ബോളിൽ 125 എടുത്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു 32 ബോളിൽ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇനി വെറ്റർമാരെ സ്ഥിതി എന്താ നോക്കുമ്പോണ്ടാ റോക്കോ 2 പേരും സെഞ്ചുറി അടിച്ചിട്ട് ഇത് പോലെ കളിയാ. വിജയ് ഹസാരെ ബാറ്റിംഗ് ഉത്സവമാണ് ഇന്ന് നടന്നതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും കാണാനുള്ള യോഗം നമുക്കില്ല. യോഗമില്ല മണിയെ പായങ്ങൾ മടക്കിക്കൊളി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. ഇത്രയും നല്ല മത്സരങ്ങളൊന്നും ഒരു തേങ്ങയിലും സംപ്രേഷണം ഇല്ലടേ. ഇത്രയും വലിയ പ്രസ്റ്റീജിയസ് ട്രോഫിയാണ്, താരങ്ങൾ ഇതിലും ഇറങ്ങി കഴിവ് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് BCCI ഉണ്ടാക്കിയതാണല്ലോ. എന്നിട്ട് ഇതൊന്ന് എവിടെയെങ്കിലും ടെലികാസ്റ്റ് ആക്കത്തില്ല നിങ്ങൾക്ക്? കഷ്ടം.